ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരിക്കാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരിക്കാർ, ഈ ഘട്ടത്തിൽ കടുവ വെടിവെച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. എന്താണ് അതിനോടൊക്കെയുള്ളൊരു പ്രതികരണം? എന്താണ്? ഇന്നലെ വൈകിട്ട് നല്ല ശബ്ദം കേട്ടിരുന്നു. ഇന്നലെ ഒരു 8:30-9 മണിയോട് അടുത്തിട്ടാണ് ഇതിന്റെ ശബ്ദം കേട്ടത്. ആ കൂട്ടത്തിൽ തന്നെയാണ് കൊരങ്ങിന്റെ ഒച്ചയും കൂടെ കേട്ടത്. ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരം ഞാൻ നമ്മുടെ വാച്ചറിനോട് വിളിച്ചു പറഞ്ഞു. അവരപ്പത്തേക്ക് ഇൻഫോം ചെയ്ത് പിന്നെ എല്ലാവരോടും അറിയിച്ചു. പിന്നെ അപ്പത്തേക്ക് ഇവിടെ വണ്ടി വന്നു. ഇവിടെ 6:30-ക്കാണ് അവർ പോയത്. ഇല്ലില്ല, രാത്രി പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇല്ല, നമ്മളെ വീട് 2 വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഏറ്റവും ലാസ്റ്റത്തെ വീടാണത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇല്ല, പിന്നെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്. ഇന്നലെ ചേച്ചി ശബ്ദം കേട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണോ ഇപ്പം ഫോറസ്റ്റ് പോയേക്കുന്ന മനസ്സിലായിട്ടുണ്ട്? ഈ ഭാഗത്താണ് ശബ്ദം കേട്ടത്, നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അതിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്ന. സംഷാദ് മരക്കാറുണ്ട് നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നതിനായി. ശ്രീ സംഷാദ് മരക്കാർ, ഈ നമുക്കറിയാവുന്നതുപോലെ വലിയ പ്രതിഷേധത്തിനൊക്കെ ഒടുവിൽ ഇന്നിപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്ന സമയത്ത് ഈ RRT സംഘത്തിന് നേരെയും ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായും രാവിലെ മുതൽ RRT സംഘം വിവിധ ഗ്രൂപ്പുകളായി 8 പേരും 10 പേരും അടങ്ങുന്ന സംഘങ്ങളായി ഫോറസ്റ്റിനകത്ത് കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലത്തും തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായത്. ഒരു RRT അംഗത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റ അംഗത്തിന് സാരമായ പരിക്കുണ്ടെന്നാണ് ഫോറസ്റ്റിന്റെ ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കടുവയെ കൂടെ ഉണ്ടായിരുന്ന RRT അംഗങ്ങൾ വെടിവെച്ചു എന്ന് പറഞ്ഞത് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാണ്ടുണ്ട്. ഫോറസ്റ്റിനകത്തായതുകൊണ്ടാണ് നമുക്കത് വിവരങ്ങൾ കിട്ടാത്തത്. കാരണം കടുവ ആദ്യത്തെ ആക്രമണം രാധയെ ആക്രമിച്ചതും ഫോറസ്റ്റിനോട് വളരെ ചേർന്നുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് കടുവ ഫോറസ്റ്റിനകത്തേക്ക് കയറി. ഇന്നലെ വൈകുന്നേരം നമ്മൾ കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് തറാട്ട് പ്രദേശത്ത് പരിശോധന നടത്തി. പക്ഷെ കടുവയുടെ സാന്നിധ്യം ഫോറസ്റ്റിനകത്തേക്കായി. RRT അംഗങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന RRT അംഗങ്ങൾ കടുവയെ വെടിവെച്ചു എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നടപടി ഇത്തരത്തിൽ തന്നെ ആയിരിക്കുമോ? കാരണം നേരത്തെ ഈ ജനങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നതും ഇത്തരത്തിൽ ഈ കടുവയെ ഇനി മയക്കുവെടിയൊന്നുമല്ല വെക്കേണ്ടത്, കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ആവശ്യം. അതിന് ഇന്നലെയൊക്കെ നടന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ഈ കടുവ ഇത്തരത്തിൽ പിടികൂടിയാൽ വെടിവെക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇനി മുന്നോട്ടുള്ള നടപടിയും. ജനങ്ങൾ ഈ പറഞ്ഞ ആശങ്കകൾക്കെല്ലാം അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് നമുക്കിന്നും മനസ്സിലാവുന്നത്. കാരണം കടുവ ആക്രമണകാരിയാണ്, മാൻഹീറ്ററാണ്, ഒരാളെ കൊല ചെയ്യുകയും ഒരാളെ ആക്രമിക്കുകയും ചെയ്തൊരു കടുവയാണ്. ഇനി ഇതിനകത്ത് കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. ഇനി മാൻഹീറ്ററായി അതിന് പ്രഖ്യാപിക്കപ്പെടുകയും അതിന് വെടിവെക്കുക എന്നുള്ളത് തന്നെയാണ് സാധ്യമായ കാര്യമുള്ളൂ. കാരണം ഇതൊരു ആക്രമണ സ്വഭാവം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അവിടെ നമ്മൾ കടുവയെ കൂടുതൽ സമയം കൂടുവെച്ച് പിടിക്കാനോ ട്രയാങ്കുലേറ്റ് ചെയ്യാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് കൂടുതൽ അപകടത്തിൽ പോവുകയുള്ളൂ. അതിപ്പോ ഫോറസ്റ്റിന്റെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവരും ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ടെറൈന്റെ പ്രശ്നം വരും. കടുവയെ ഫോറസ്റ്റിനകത്താണ്, അപ്പൊ ടെറൈൻ എവിടെയാണ് കിട്ടേണ്ടത് എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇനി നടപടികൾ കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുന്നുള്ള. ഇപ്പൊ കടുവയ്ക്ക് വെടിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. പക്ഷെ അതിനൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല. കാരണം അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ കളക്ടറേറ്റിൽ മന്ത്രി അടക്കമുള്ള ആളുകൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് കിട്ടിയ വിവരവും ഈ ആക്രമണം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. കടുവയെ വെടിവെച്ചു എന്ന് പറയുന്നത് അത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ, കടുവ വെടിയേറ്റിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അതിന്റെ പ്രശ്നം അവസാനിക്കുന്നതായിരിക്കും. ഈ പരുക്കേറ്റ ജയസൂര്യയുടെ ഒപ്പം ബാക്കി 7 പേർ കൂടി ഉണ്ടായിരുന്നല്ലോ, ഒരു സംഘമായാണ് പോയതെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പൊ അവരുമായിട്ടും ഒരു ആശയവിനിമയം ഒന്നും ആർക്കും സാധ്യമായിട്ടില്ല എന്നുള്ളതാണോ? നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോൾ അവർക്കും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് കുറച്ചുകൂടി ഉള്ളിലാണ്, കാടിനോട് ഉള്ളിലാണ് അവരുടെ അടുത്തുള്ളത്. അപ്പൊ അവരങ്ങനെ 3-4 ഗ്രൂപ്പുകളായി വിവിധ മേഖലകളിലേക്കാണ് പോയത്. ജയസൂര്യ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, RRT ഗ്രൂപ്പ് 8 അംഗമുള്ള ഗ്രൂപ്പാണ്. അവര് ആക്രമണം ഉണ്ടായ ഉടനെ വെടി ഉതിർത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. അത് കടുവയെ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും, ഹിറ്റ് ചെയ്താൽ കടുവ കുറച്ച് ദൂരം റൺ ചെയ്യാനുള്ള സാധ്യതയുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി എടുക്കണം. ജയസൂര്യയെ തിരിച്ച് നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. ആ 2 കാര്യം ഒരുമിച്ച് നടക്കുന്നുണ്ടാണ് അതിന്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടാത്തത്. ശരി, നന്ദി ശ്രീ സംഷാദ് മരിക്കാർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.